നമസ്കാരം. എല്ലാ NTV പ്രേക്ഷകർക്കും നിങ്ങളുടെ ഇന്ന് എന്ന പ്രോഗ്രാമിലേക്ക് സുസ്വാഗതം. ഇന്ന് 2026 ഫെബ്രുവരി മാസം 23-ാം തീയതി 1201 ആണ്ട് കുംഭമാസം 11-ാം തീയതി തിങ്കളാഴ്ച. ഇന്ന് തിങ്കളാഴ്ചയാണ്. പക്ഷേ ഇന്നത്തെ ഉദയ നക്ഷത്രം ഭരണി നക്ഷത്രമാണ്. ആഴ്ച തിങ്കളാഴ്ചയാണ്, നല്ല ദിവസമാണ് തിങ്കളാഴ്ച. പക്ഷേ നക്ഷത്രം ശുഭമല്ല. ഭരണി നക്ഷത്രം ശുഭനക്ഷത്രങ്ങളിൽ പെടുന്നതല്ല. അതുകൊണ്ട് ഇന്ന് ശുഭകാര്യങ്ങൾക്ക് 50-50 നക്ഷത്രം. ആഴ്ച കൊള്ളാമെങ്കിൽ നക്ഷത്രം ശരിയല്ലാത്തത് കൊണ്ട് നമുക്കങ്ങനെ എടുത്തേ തീരുള്ളൂ എന്നുള്ള കാര്യങ്ങൾക്ക് മാത്രമേ ഇന്നത്തെ ദിവസത്തിന് പ്രാധാന്യം കൊടുക്കാവൂ. അല്ലെങ്കിൽ അതിനെ അങ്ങ് വിട്ടുകളയണം, അടുത്ത ദിവസത്തേക്ക് മാറ്റാൻ നോക്കണം. അതേപോലെ തന്നെ കുംഭമാസത്തിലെ ഭരണി നക്ഷത്രം ബർത്ത് ഡേറ്റ് വന്നിട്ടുള്ളവർക്ക് ഒരു വർഷത്തെ ഫലത്തെ ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് ഭാഗ്യദായകമായ ഒരു വർഷമാണ്, സന്തോഷപ്രദമായ ഒരു വർഷമാണ്, ഐശ്വര്യപ്രദമായ ഒരു വർഷമാണ് നമുക്ക് പ്രദാനം ചെയ്ത് തരാൻ പോകുന്നത്. പുരോഗതിക്കും ഉയർച്ചയ്ക്കും ഉന്നതിക്കും ഇടവരുന്ന ഒരു വർഷത്തെ പ്രദാനം ചെയ്ത് തന്നിരിക്കുകയാണ്. അപ്പോൾ സന്തോഷത്തിനും സമാധാനത്തിനും ഐശ്വര്യത്തിനും ഒക്കെ പ്രദാനം ചെയ്യുന്ന ഒരു വർഷത്തെ പ്രദാനം ചെയ്ത് തന്നിട്ടുണ്ട്. സാമ്പത്തിക നേട്ടത്തിനിടവരും, ഐശ്വര്യപ്രദമായ അവസ്ഥകളുണ്ടാവും, പുരോഗതിക്കിടവരുത്തും, അതിനെല്ലാം ശോഭിക്കുന്ന ഒരു വർഷം തന്നിട്ടുണ്ട്. പ്രധാനമായിട്ട് വണ്ടി വാങ്ങാനോ വസ്തു മേടിക്കാനോ വീട് വെക്കാനോ വീട് വാങ്ങാനോ വീട് വിൽക്കാനോ ഒക്കെ ശ്രമിക്കുന്നവർക്ക് അനുകൂലപ്രദമാണ്. അതുപോലെ വിദേശവാസത്തിന്, വിദേശ യാത്രയ്ക്ക് ശ്രമിക്കുന്നവർ, ഇപ്പോൾ വിദേശത്തിരിക്കുന്നവർ മൈഗ്രേറ്റ് ചെയ്ത് വേറൊരു സ്ഥലത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്കാവട്ടെ മൈഗ്രേഷന് അനുകൂലപ്രദമായ സമയം. ഉപരിപഠനത്തിന് വേണ്ടി ശ്രമിക്കുന്നവർക്ക് അനുകൂലപ്രദമായ സമയം. അപ്പോൾ ഇങ്ങനെ പല ശുഭകാര്യങ്ങൾക്കും ഈ ഒരു വർഷക്കാലം അനുകൂലപ്രദമാണ്. അപ്പോൾ അതിനു വേണ്ടി പ്രയത്നിക്കണം. അതുപോലെ തന്നെ ഇന്ന് ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോഴും രാഹുകാല സമയം നോക്കി യാത്ര തിരിക്കണം. രാഹുകാല സമയം നോക്കുമ്പോൾ 8:13 തൊട്ടാണ് രാഹുകാലം ആരംഭിക്കുന്നത്, 9:41 വരെ. അപ്പോൾ രാഹുകാല സമയം യാത്രയ്ക്ക് മുഖ്യമായ പ്രാധാന്യം കൊടുത്തോളണം. അതുപോലെ തന്നെ ഗുളികകാല സമയവും യമകണ്ഠ കാല സമയവും ഒരു ശുഭകാര്യങ്ങൾക്കും അനുകൂലപ്രദമല്ല. അത് ഗുളികൻ്റെ ബന്ധം നിൽക്കുന്ന സമയം 2:06 തൊട്ട് 3:34 വരെയും, യമകണ്ഠ കാല സമയം വരുന്നത് 11:10 തൊട്ട് 12:38 വരെയും. ഈ സമയം ഒരു ശുഭകാര്യങ്ങൾക്കും അനുകൂലപ്രദമല്ല. അതുപോലെ ഇന്നും മുഹൂർത്തങ്ങളുടെ മുഹൂർത്തം ആണ്. മുഹൂർത്തങ്ങളിൽ മുഹൂർത്തം, അല്ലെങ്കിൽ മുഹൂർത്തങ്ങളുടെ രാജാവാണ് അഭിജിത്ത് മുഹൂർത്തം. ഇന്ന് മുഹൂർത്തം കുറവാണെന്ന് ഞാൻ പറഞ്ഞെങ്കിൽ പോലും അഭിജിത്ത് മുഹൂർത്തം നമുക്ക് എല്ലാത്തിനും എടുക്കാം. 12:14 തൊട്ട് 1:02 വരെ 48 നേരം അഭിജിത്ത് മുഹൂർത്തമുണ്ട്. അതിലിടയ്ക്കൊരു 4 മിനിറ്റ് ഒഴിച്ച് 44 മിനിറ്റ് നമുക്കെടുക്കാം. അതിൽ 4 മിനിറ്റ് എന്ന് പറയണത് 12:36 തൊട്ട് 12:40 വരെ 4 മിനിറ്റ് നേരം കൊള്ളത്തില്ല. ബാക്കി സമയം നമുക്ക് ശുഭകാര്യങ്ങൾക്ക് എടുക്കാം. അപ്പോൾ ഇന്നത്തെ ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോഴും വസ്ത്രധാരണത്തിന് പ്രാധാന്യം കൊടുക്കണം. ശുഭ്രവസ്ത്രം, വെളുത്ത വസ്ത്രം അല്ലെങ്കിൽ പേളിൻ്റെ കളറിലുള്ള വസ്ത്രം ധരിച്ചുകൊണ്ട് ഓരോ കാര്യത്തിന് ഇറങ്ങുന്നത് ഐശ്വര്യപ്രദമായ അവസ്ഥയ്ക്ക് ഇടവരുത്തും. അപ്പോൾ ഇന്നത്തെ ദിവസം എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.